ഈസ്റ്ററിൻ്റെ 50-ാം ദിവസം ആഘോഷിക്കുന്നതാണ് പന്തക്കുസ്ത തിരുനാൾ. പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം 50-ാം ദിനം എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ കത്തോലിക്ക സഭ തിരുസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഈ ദിവസമാണ്. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ ഭാഷയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആഘോഷം. സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാ നിർഭരരായിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് അവരിൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ തന്നെ അവർ ആത്മാവിൻ്റെ ശക്തിയാൽ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. വിവിധ ഭാഷകളിലുള്ള ശിഷ്യന്മാരുടെ സംസാരവും പ്രഭാഷണങ്ങളും യഹൂദന്മാരുടെ ഇടയിൽ അത്ഭുതമുളവാക്കി. ആ സമയം മുതൽ യേശുക്രിസ്തു നൽകിയ വാഗ്ദാനമനുസരിച്ചുള്ള പരിശുദ്ധാത്മാവ് അവരിൽ വിളങ്ങി. വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മനസ്സിലാക്കി നൽകുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയാണ് പാപം ചെയ്താലും പ്രശ്നമില്ല എന്നത്. ആരും കാണാതെ എന്ത് പാപം ചെയ്താലും ശരിയാണെന്ന മനോഭാവമാണ് ഇന്നത്തെ തലമുറയുടേത്. പാപം പുണ്യമാണെന്നാണ് ഈ കാലഘട്ടം ചിത്രീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നന്മ തിന്മയിൽ നിന്നുള്ള വേർതിരിവിൽ ജീവിക്കാൻ ശക്തി നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആ വ്യക്തിയിൽ നീതിബോധവും അതുവഴി അർഹിക്കുന്നത് നൽകുക എന്ന ചിന്തയും ഉണരുന്നു. ന്യായവിധിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ് മരണാന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തി നൽകുക എന്നത്. അതിനാൽ ചെയ്തുപോയ തെറ്റിന് പരിഹാരമായി നല്ല കുമ്പസാരത്തിലൂടെ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറി പാപം ചെയ്യാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിതം നയിക്കാം. ദൈവത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഈ പന്തക്കുസ്ത ദിനത്തിൽ തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് അന്യർക്ക് നല്ലതു ചെയ്ത് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.